ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2 ആഴ്ചത്തെ പാൽപ്പാട എടുത്ത് വെച്ചിട്ട് ആണ് ഞാൻ ഈ ബട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചേക്കണമായിരുന്നു, അതെടുത്ത് പുറത്ത് വെച്ച്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3 പാത്രത്തിലായിട്ട് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നോർമൽ വാട്ടർ. ഇനി ഈ ജാറിലേക്ക് ബട്ടർ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കണോണ്ട് ആണ് ഇത്തിരി ഇങ്ങനെ ഷെയ്ക്കായിട്ടൊക്കെ ഒന്ന് കാണണേ കേട്ടോ. അപ്പോൾ ഒന്ന് അടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയ്യിൽ തന്നെ ക്യാമറ പിടിച്ചത്. അപ്പോൾ ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് സാധാ നോർമൽ വാട്ടർ ഒഴിച്ചിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരു മിനിറ്റ് ഒന്നും അടിക്കണ്ട കേട്ടോ, ഒരു അര മിനിറ്റൊക്കെ ഒന്ന് അടിച്ചാൽ മതി. നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കണ്ടതേ ആ ബട്ടർ അടിച്ചെടുത്തപ്പോൾ തന്നെ മുകളിൽ പൊങ്ങി കിടക്കണുണ്ടോ. ഭയങ്കര സിമ്പിളാണ് നമുക്ക് ഈ ബട്ടർ ഉണ്ടാക്കൽ. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാത്രങ്ങൾ കുറേ ചീത്തയാവും, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല ബട്ടർ ഉണ്ടാക്കൽ ഭയങ്കര ഈസി തന്നെയാണ്. അപ്പോൾ എല്ലാം അതിലുണ്ടായ ബട്ടറെല്ലാം മൊത്തം അത് പൊങ്ങി കിടക്കണുണ്ടോ. ഇനി നമുക്ക് മറ്റേ പാത്രത്തിൽ ഇരിക്കുന്ന കുറച്ച് ബട്ടർ പൊടി ഉണ്ട്, അതും കൂടി ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരു 2 ആഴ്ചത്തെ പാൽപ്പാട ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചതാണ് കേട്ടോ. നാടൻ പാൽ വാങ്ങാനുണ്ട്, അപ്പോൾ അതിൽ നിന്ന് എടുത്ത് വെക്കണ പാൽപ്പാടയാണ്. അപ്പോൾ നമുക്ക് പാലിൻ്റെ പാട കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇന്ന് വൈകിട്ടാണ്, വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് പാൽ തിളപ്പിച്ച് വെച്ചിട്ട് നൈറ്റ് നമ്മൾ കിടക്കാൻ നേരം അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ആ പാട നല്ല രീതിയിൽ കുറേ പാൽപ്പാട കിട്ടും കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങനെ നമുക്കത് മാറ്റിയെടുത്തിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലാണ് നന്നായിട്ട് കിട്ടുള്ളൂ, പുറത്ത് തന്നെ വെക്കുമ്പോൾ അങ്ങനെ അധികം കിട്ടില്ല. അപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമുക്കതിൽ നിന്ന് പാട മാറ്റിയെടുക്കാം. അപ്പോൾ അടുത്ത പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6 വട്ടം ഇങ്ങനെ വെള്ളം മാറി അതൊന്ന് അതിൽ ആ പാലിൻ്റെ അംശമൊക്കെ പോണ വരെ ഒന്ന് ഇങ്ങനെ കഴുകിയെടുക്കണം. അപ്പോൾ ഇതെൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ, ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യണമെന്ന് കാണിച്ചേ. അപ്പം അത് കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടതാണ് ഈ ബട്ടർ ഉണ്ടാക്കണ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഒരു ചെറിയൊരു ചാനലാണല്ലോ എൻ്റെ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ അത് ചെയ്യണ കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ സോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടാണ് കുറേ ഡൗട്ട് ക്ലിയർ ചെയ്യാനും അതുപോലെ സോപ്പ് ഹോൾസെയിലായിട്ട് എടുക്കണ കാര്യം ചോദിക്കാനൊക്കെ എന്നെ ഹോൾസെയിലായിട്ട് എടുക്കണ കാര്യം ചോദിക്കാൻ ഒരു 3 പേര് വിളിച്ച്. അത് വിലയും കൊണ്ട് അത്ര ശരിയായില്ല, 2 പേര് വിലയും കൊണ്ട് ശരിയായിട്ടില്ല. ഒരാൾ ഇങ്ങനെ പറഞ്ഞു നിൽക്കണം, അത് എനിക്ക് വിലയും കൊണ്ട് ഓക്കെ ആവണമെങ്കിൽ മാത്രമാണ് ഞാൻ കൊടുക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ, ഒരുപാട് അങ്ങോട്ട് വില കുറച്ച് നമുക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണമല്ലോ. നമ്മളിപ്പോൾ സോപ്പ് ബേസും അതിൻ്റെ ഗ്യാസിൻ്റെ പൈസയും അല്ലാതെ അതിൽ ചേർക്കണ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി നമുക്ക് നല്ല ചിലവുണ്ട്. അതിൻ്റെ സ്മെല്ലിന് തന്നെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്കെല്ലാം കൂടിയൊക്കെ ഒന്ന് മുതലായി, ഒരുപാട് ലാഭം വേണ്ട, എന്നാലും കുറച്ചെങ്കിലും നമുക്കൊരു ലാഭം വേണ്ടേ. ഇത്രയും പണിക്കാശ് കിട്ടിയില്ലെങ്കിലും കുറച്ച് ലാഭമെങ്കിലും നമുക്ക് വേണം. അപ്പം ഒത്തിരി പേര് എന്നെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ച് സോപ്പിൻ്റെ വീഡിയോ കണ്ട് പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ചെറിയൊരു ചാനലായപ്പോൾ ഇങ്ങനെയൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യോ എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് 3-4 വെള്ളത്തിൽ ഇങ്ങനെ മാറി ഇതൊന്ന് ഞാൻ കഴുകിയെടുത്തത്. അപ്പോൾ അത് 2-3 വട്ടമൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മാറി കഴുകിയതൊന്നും ഞാൻ വീഡിയോയിൽ വന്നില്ല, ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 5-6 വട്ടം കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലൊന്ന് കംപ്ലീറ്റ് ഒന്ന് പോയി കിട്ടണ വരെ ഒന്ന് ഇങ്ങനെ കഴുകിയെടുക്കണം.
അപ്പോൾ നമ്മൾ ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സാൾട്ടഡ് ബട്ടറാണ് വേണ്ടെങ്കിൽ നമുക്കൊരല്പം ഉപ്പിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വെക്കാം. ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ബട്ടറിനേക്കാളൊക്കെ ഒരുപാട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ ബ്രെഡും ബട്ടറൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബട്ടർ ഉണ്ടാക്കണത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ചീത്തയാവണം, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫേസ് വാഷും അതുപോലെ ഓർഗാനിക് ഫേസ് വാഷ്, അതുപോലെ താളിപ്പൊടി, ഷാമ്പു, സോപ്പ്, ഹെയർ ഓയിൽ, അങ്ങനെ കുറച്ച് ഓർഗാനിക് പ്രൊഡക്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ ഞാൻ ഈ നമ്പർ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അതിലൊന്ന് വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ബട്ടർ ബാക്കി ഇരുന്നതാണ്, അതിലേക്ക് തന്നെ ഞാനിത് ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അതുപോലെ എനിക്ക് ലൈക്കൊക്കെ ഒരുപാട് കുറവാണ് ലൈക്കൊക്കെ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.